അടി നീ നഖമുടുത്തം കടിച്ചു നിന്നിട്ട് എന്ത് കാണിക്കാനടി? നമ്മ കടിക്ക്. എന്നാലും അമ്മ ആ ഭൂരിപക്ഷത്തിന് വേണ്ടി കൈവക്കിട്ട് ഒരൊറ്റെണ്ണം നമ്മുടെ കൂടെ നിന്നില്ലല്ലോ. ആ പ്രകാശം കൈവക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാടി സപ്പോർട്ട് ചെയ്ത്? അത് പിന്നെ പിള്ളേര് നമ്മുടെ കൂടെ നിൽക്കുന്നല്ലേ ഞാൻ വിചാരിച്ച. നടന്നത് തന്നെ. അവർക്കൊക്കെ കൈവശം കൊടുത്ത് അവള് വശത്താക്കി വെച്ചിരിക്കുക. എന്നാ അതിലും കളിച്ചു കൂടിയ കൈവശം ഞാൻ ഉണ്ടാക്കും. നീ എന്താടി എല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലാൻ പോവാണോ? മകളാണെന്നൊന്നും ഞാൻ ഓർക്കുമല്ലോ. ഒറ്റപ്പേട വെച്ചെന്നാണല്ലോ. അയ്യോ വിഷം കൊടുക്കണ പറഞ്ഞത്. പിന്നെ എന്ത് കാര്യ പറഞ്ഞേ? ആ പിള്ളേരെ നമ്മുടെ പക്ഷത്താക്കണ കാര്യം ഞാൻ പറഞ്ഞത്. അത് നടന്നത് തന്നെ. നടത്തിക്കും ഈ സാരിത നടത്തിക്കും. നിന്നെ കൊണ്ട് പറ്റൂടിയത്? പറ്റും. അമ്മ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ നിൽക്കുവോ ഇരിക്കുവോ എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നീ ആ വേണുക്കുട്ടനെ ഇവിടെ നിന്ന് ചാടിക്കണം. അവനെ ഞാനിവിടുന്ന് കെട്ടിക്കും. ആ പിള്ളേരെ തുറപ്പിച്ചിട്ടാക്കിട്ട് ഞാനിവിടെ പൊട്ടിക്കും. സത്യമാണോ? സത്യം. വേണുക്കുട്ടൻ ഈ കുടുംബത്തിൽ കയറരുത്. ഇല്ല. വലിയ ഭൂരിപക്ഷം വെളിയും ബഹളമൊക്കെ ആയപ്പോഴേ അപ്പച്ചി അവിടെ നമ്മള് പുള്ളിക്കാരുടെ നിൽക്കുന്നു. ഇനി എത്ര ലക്ഷം തരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ അപ്പച്ചിയുടെ കൂടെ നിക്കത്തില്ല. എന്തോന്ന് ലക്ഷം? അപ്പച്ചിയുടെ നേ പൈസ ഇല്ല. അത് അടിച്ചു മാറ്റാൻ വേണ്ടിയല്ലേ വന്നിങ്ങനെ നിൽക്കുന്ന അച്ഛമ്മയുടെ കൂടെ. അപ്പച്ചിക്ക് 100 ആയുസൊന്നും വേണ്ട മക്കളെ. എന്റെ മക്കള് രക്ഷപ്പെട്ട് കണ്ടാ മാത്രം മതി. എനിക്കും അങ്ങനെ തന്നെയാ. അച്ഛമ്മ 100 വരെയൊന്നും പോവില്ല. ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ ചുമയും കൊരയൊക്കെ. ചുമയെ കൊറേ നിന്റെ തള്ളക്കാടിയാ. കണ്ട അച്ഛമ്മയുടെ സ്നേഹം കണ്ട അപ്പച്ചി. അച്ഛമ്മക്ക് വയസ്സായല്ലോ മക്കളെ, കാര്യാക്കണ്ട. സഞ്ജു അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്. നീ ഇരിക്കടാ. നിന്റെ മുഖത്തെന്താ? എന്റെ മുഖത്തെന്താ? മഞ്ഞുകാലട്ടാ പൊട്ടിയുണ്ടല്ലോ. ആ എടാ നിനക്ക് PSC ട്രിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ടേ ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ മോളോടും പറയാണ്ട, ഞാൻ തന്നെ പഠിച്ച് പാസ്സായിക്കോ. എടാ ഒരുമിച്ച് പഠിക്കടാ. എടാ വേണ്ടടാ. വേണ്ട വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞല്ലോ. മധു ഇരിക്കടാ. നിനക്കെന്തോ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പച്ചി ഹെൽപ്പ് ചെയ്യാ. പോഡ്കാസ്റ്റ്. കാസ്റ്റ് അപ്പച്ചി സപ്പോർട്ട് ചെയ്യും. വേണ്ട, നമ്മള് കുടുംബത്തിൽ പറഞ്ഞ വീഡിയോ ഒന്നല്ലല്ലോ ചെയ്യണേ. വേണ്ടാട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. കൃഷ്ണമോളെ അപ്പച്ചിക്കേ ഒരു കൂട്ടുകാരനുണ്ട് കോഴിക്കോട്. അവനെ ഒരു 4 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ നിനക്കൊരു ജോലി ശരിയാക്കി തരട്ടാ. ശരിക്കും? ശരിക്കും. എന്നാ എനിക്ക് എക്സിക്യൂട്ടീവ് ഷെഫിന്റെ പൊസിഷൻ മതി. ആ ഷെഫിനെ ശരിയാക്കി തരാം. ഓക്കെ പറ്റി, സെറ്റ്. അതാണ്. കണ്ടോ, കൃഷ്ണമോള് നമ്മുടെ സൈഡാ, ഇതുങ്ങളൊക്കെ തള്ളയുടെ സൈഡാ. ഓ എടാ മനസ്സിലായ? നമ്മളെ വിലക്കാതെ വന്നത് രണ്ടുപേരും കൂടി. അത് ശരി, നമ്മുടെ ലേലം പണിയാണ് ഇപ്പൊ ഇവിടെ നടന്നത്. അപ്പച്ചി എനിക്ക് ജോലി വേണ്ട. അങ്ങനെ ആ പടക്കവും ചീറ്റി. എടി സരിത, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവരുടെ സഹായം ഒന്നും ഇല്ലാതെ എനിക്ക് ആ വേണുക്കുട്ടനെ തന്നെ ഓടിക്കാൻ അറിയാം കേട്ടോ. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. എടാ വേണുക്കുട്ട, ഈ സരിതയെ കൊണ്ട് വലിയ ശല്യമാടാ. എനിക്ക് കിട്ടേണ്ടത് പോലെ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടാതെ വന്നു തരും. അതുകൊണ്ട് നിനക്കറിയാവുന്ന എല്ലാ രഹസ്യവും നീ പറയണം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കള്ളത്തരം പറഞ്ഞാലും വേണ്ടിയില്ല. വിശ്വസിപ്പിക്കണം അമ്മേ. വേണുക്കുട്ട ജ്യൂസ്. ജ്യൂസോ? പിടിക്കടാ. അല്ല, ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മാങ്ങ ഉണ്ടായിരുന്നു. അതല്ലേ. എടാ അങ്ങോട്ട് വലിച്ചു കുടിക്കടാ. എന്നിട്ട് നിനക്ക് അറിയാവുന്ന കാര്യം മുഴുവൻ പറ. കുടി. മധുരം ശരി ഉള്ള മതി. കുടിക്കടാ. അതായത് പ്രകാശി, ഞാനും ഈ സരിതയും കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചേട്ടാ പറയാ. ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇനി നിനക്ക് ഇവിടെ പ്രവേശനമില്ല. അയ്യോ, പ്രകാശിയുടെ അമ്മ, പ്രകാശി ഇറക്കി വിടരുത്. ഞാൻ ഇറങ്ങി പൊക്കോളാം. വേണുകുട്ടാ, നീ എവിടെ ഇരുന്ന? അവര് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം അത് അവര് തീർത്തോളൂ. നീ ഇടപെടരുത്. ചേച്ചിക്ക് ചേട്ടനൊക്കെ വലുതാണ് ഈ കൂട്ടാൻ. വേണുകുട്ടനെ ഈ വീട്ടിലെ അതിഥിയാണ്. അതിഥികളെ സൽക്കരിക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല അച്ഛൻ. നീ അങ്ങോട്ട് സൽക്കരിക്കടി. ഒരു സർക്കാരം ഞാൻ സൽക്കരിക്കും. വേണുകൂട്ടാ, നീ പാടാ ഭക്ഷണം കഴിക്കും. ഭക്ഷണമുണ്ടോ? ഭക്ഷണമുണ്ട്.
എന്തൊരു മരം കൂടാ നീ കയറി പാടി അങ്ങോട്ട് അങ്ങനെ മതിയോ? അതിട്ടോ കളറുള്ള കറി കുറച്ചുകൂടെ കഴിച്ചോ കഴിച്ചോ. അച്ചാറ് അച്ചാറിട്ടോ എന്താ എന്ത് പറ്റി എരിയുന്നുണ്ടോ? എടി വെള്ളം എടുത്തിട്ട് വാ. പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്തു. ദാ കുടിച്ച് കുടിച്ച് കുടിച്ച്. പഞ്ചസാര വാ കാണിക്ക് ഞാൻ തട്ടിത്തരാം. ആ, അടിപൊളി. കുറച്ചുകൂടി കഴിക്ക് കഴിച്ചോ. വേണുക്കുട്ടാ സരിത നേരത്തെ പറയരുതെന്ന് പറഞ്ഞൊരു രഹസ്യമില്ലേ, അതൊന്ന് നമ്മളോടൊന്ന് പറയോ? ഇല്ല അത് പറയാൻ പറ്റില്ല.